നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കടുമാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/4 സ്പൂൺ കടുകും ഒരു ലേശം ഉലുവയും കൂടെ ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഈ ചൂടിൽ കിടന്ന് പൊടികളൊക്കെ മൂത്താൽ മതി. അപ്പോൾ ഉലുവയുടെ കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. 2 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 സ്പൂൺ വരെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പുളിയുള്ള ഒരു വലിയ മാങ്ങ അച്ചാറിടുന്നതിനുള്ള പൊടികളുടെ അളവുകളാണ് കേട്ടോ ഇതെല്ലാം. പൊടികളെല്ലാം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് മാങ്ങയ്ക്കുള്ളിൽ ചേർക്കുമ്പോൾ കുറച്ച് മുന്നേ നിൽക്കണം ഉപ്പിൻ്റെ അളവ്. എന്നാൽ മാത്രമേ ഈ പൊടികളെല്ലാം ചേർക്കുമ്പോൾ കറക്റ്റ് പരുവാകത്തുള്ളൂ. അര സ്പൂൺ കടുക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ഇളക്കി വെച്ചാൽ മതി. നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കടുമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.